സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ പുറപ്പെടേണ്ട മസ്കത്ത് തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഈ വിമാനത്തിലെ 160ഓളം യാത്രക്കാരെ കൊണ്ടുപോകേണ്ടതിനാലാണ് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട വിമാനം മുടങ്ങിയത്. പകരം തിരുവനന്തപുരത്ത് നിന്ന് എത്തേണ്ട വിമാനം രാവിലെ എത്തിയില്ലെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ഇന്നലെ യാത്ര മുടങ്ങിയവരെ തകരാറ് പരിഹരിച്ച വിമാനത്തിൽ ഒമാൻ സമയം ഇന്ന് വൈകുന്നേരം 3-ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇന്ന് പോകേണ്ടവർക്കായി രാത്രി വൈകി വിമാനം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. രാവിലെ എയർപോർട്ടിലെത്തിയ യാത്രക്കാർ ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണെന്ന് യാത്രക്കാരിൽ ഒരാളായ സുധീർ ജിന്ന പറഞ്ഞു. എല്ലാ ഫാമിലീസും എല്ലാ യാത്രക്കാരും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. കാരണം കൗണ്ടർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. 11:40-നാണ് ഫ്ലൈറ്റ് പോവുക എന്ന അനൗൺസ്മെന്റ് ഉണ്ടായി. എല്ലാവരും അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവധിക്കാല സീസൺ ആരംഭിച്ചതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം വൻതുകയാണ് ടിക്കറ്റിന് ഈടാക്കുന്നത്. സീസൺ കാലത്ത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണ് ദേശീയ വിമാന കമ്പനി താളം തെറ്റി പറക്കുന്നതെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.